ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ മാരാർജി എയറിലാണല്ലോ. അപ്പോൾ എയറിൽ നിന്ന് താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പഠിച്ച പണി 18 നോക്കുന്നുണ്ടായിരുന്നു. അതിൽ പല ആളുകളും മാരാർജി പറഞ്ഞത് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് പ്രസവിക്കുന്ന സമയത്ത് സ്ത്രീകൾ എൻജോയ് ചെയ്താണ് ഇത്തരത്തിൽ മാരാർജി ആ ഒരു പറഞ്ഞേക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് മാരാർജി പറഞ്ഞതിൽ കാര്യമുണ്ട്. നിങ്ങൾ ആ ഒരു വാക്കിൽ കടിച്ചു തൂങ്ങാതെ അതങ്ങനെയല്ല. മാരാർജി പറഞ്ഞതിൽ ഫാർമ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് മാരാർജി ജീനെ വെളുപ്പിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. അതായത് പുള്ളി പറഞ്ഞ സംഭവം ഉള്ളതാണ് ഈ പറയുന്ന ഫാർമാസ്യൂട്ടിക്കലിലെ കുറേ സ്കാം, അങ്ങനെ കുറേ പരിപാടി കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ അത് പുള്ളിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ പുള്ളി നേരെ എന്താ ചെയ്തത്? ഈ പറയുന്ന പ്രോസസ്സ് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സ്ത്രീകൾക്ക് പ്രസവിക്കാൻ പോലും ഇപ്പോൾ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവാനെ കൊണ്ട് പേടിയാണ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇത് പറഞ്ഞ് വേറെ ഏതോ ഡയമെൻഷനിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുരയായിട്ട് ഇഷ്ടംപോലെ പെൺകുട്ടികളും സ്ത്രീകളൊക്കെ വന്നിട്ട് ഇത്തരത്തിൽ മാരാർജിക്കെതിരെ അഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ട്രോളുകളൊക്കെ വന്നിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്തൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അവസാനത്തൊരു അടവെന്ന നിലയിൽ ഇപ്പോൾ താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഫാമിലി ആയിട്ട് ലൈവിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഫാമിലീനെ ഉൾപ്പെടുത്തിയിട്ട് എന്തിനാണ് അവർക്കൂടെ ആ ഒരു കമൻറ്റ് ബോക്സിലാണെങ്കിലും വന്നിട്ട് ജിയുടെ ആ ലൈവിനകത്ത് വന്നിട്ട് കുട്ടികൾ കാണുന്ന ആ ഒരു ലൈവാണ്. അപ്പോൾ അതിനകത്തൊന്ന് തെറി വിളിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണ് കുട്ടികളെ വൈഫിനെ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ആ ഒരു ലൈവ് വന്നത്? ജീനെ തന്നെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ പറയുന്ന ആനീസ് കിച്ചണിൽ വന്നിട്ട് അത്രയും റിഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണല്ലോ ആനീസ് കിച്ചണിലെ പുള്ളിക്കാരിക്ക് പോലും ഡൈജസ്റ്റ് ആവാത്തൊരു കാര്യമായിരുന്നു നമ്മുടെ മാരാർജിയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ്. കാര്യം എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് ഇവർക്ക് എന്തോന്ന് അഭിപ്രായം, അങ്ങനെ വലിയ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ താത്തടിക്കുന്ന പോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെയാണ് പുള്ളി പബ്ലിക്കായിട്ട് എന്ന് പറയുന്നത്. ചിലപ്പോൾ പേഴ്സണലി ഇവർ അത്ര അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, പക്ഷെ പബ്ലിക്കിൽ ഇങ്ങനെ ഒരു സാധനം വരുമ്പോഴത്തേക്കിന് എല്ലാവർക്കും അതങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റി എന്നുള്ളത് വരത്തില്ല. അപ്പം ഇതിനെല്ലാം ഒന്ന് വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഈ ലൈവിനകത്ത് വന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്കിനിയും ലൈവിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്നും കേൾക്കാം. നിങ്ങൾക്ക് എതിർക്കാം, ആക്ഷേപിക്കാം, വിമർശിക്കാം. ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഒരു പബ്ലിക് ഫിഗർ എന്ന നിലയിലും നിങ്ങൾ വോട്ട് നൽകി ജയിപ്പിച്ച ഒരു ഷോയുടെ വിനർ എന്ന നിലയിലും ഒക്കെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ എല്ലായ്പ്പോഴും പറയുന്നൊരു കാര്യം, ഈ നിങ്ങൾ വിമർശിക്കുമ്പോഴും ആ വിമർശനത്തിന് എന്തെങ്കിലും രീതിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ, അതായത് ഒരാൾക്ക് തെറ്റ് ചെയ്തതിനെ തുടർന്ന് ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിമർശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തിരുത്താൻ കഴിയുന്നതാണ്. തിരുത്താൻ ഞാൻ ശ്രമിക്കുന്നു, ഞാൻ ചെയ്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ പതിയെ ആഘോഷത്തിന് വേണ്ടി, അതായത് കണ്ടന്റിന്റെ റീച്ചിന് വേണ്ടിയിട്ട് എന്തും കാണിക്കുന്ന ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിലുണ്ട്. ഈ വിഭാഗം നേരത്തെ റീച്ചിന് വേണ്ടി കാണിച്ചുകൊണ്ടിരുന്ന തുണിയടിച്ചിട്ടുള്ള ആട്ടലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി നേരെ ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ പോലും 1-2 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അതിൽ പല ആൾക്കാരും പറയുന്നു പ്രസവത്തെ എൻജോയ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അത്ര കോമൺ സെൻസ് ഇല്ലാത്ത ഒരാളെന്നാണോ നിങ്ങൾ എന്നെക്കുറിച്ച് ധരിച്ചു? സംശയം ഉണ്ടോ കാര്യത്തിൽ? അങ്ങനെ തന്നെയാണ് വിചാരിച്ചേക്കുന്നത്, അങ്ങനെ മാത്രമാണ് വിചാരിച്ചേക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, കഴിഞ്ഞ വീഡിയോയിൽ പുള്ളി ഇതിനു മുമ്പ് ഇട്ടേക്കുന്ന ആ ഒരു വീഡിയോക്കകത്ത് വന്നിട്ട് ഇതിനെ അങ്ങ് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കിടന്നങ്ങോട്ട് മെഴുകുകയാണ്. അങ്ങ് മെഴുകിയിട്ട് അങ്ങോട്ട് പുള്ളി പറഞ്ഞ കാര്യത്തിന് അങ്ങോട്ട് ഒരു ക്ലാരിറ്റി ഇരുന്നില്ല. പുള്ളി പറഞ്ഞേക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞേക്കുന്ന അത് എനിക്ക് ഇംഗ്ലീഷിൽ അത്ര വലിയ പ്രാവീണ്യം ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാന്ന്. ഇതെന്തോന്നിത്? ചാണകത്തിൽ ചവിട്ടുന്ന സമയത്ത് മാരാർജിയുടെ ഈ പറയുന്ന ബോധമണ്ഡലം ജീർണിച്ച് തുടങ്ങി സുഹൃത്തുക്കളെ, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ആ ഒരു വീഡിയോക്കകത്തെന്ന് പറഞ്ഞത് എൻജോയ് എന്ന് പറയുന്ന ഒരു വാക്ക് മനസ്സിലാക്കാനുള്ള പ്രാവീണ്യത പോലും നമ്മുടെ ജിക്ക് നഷ്ടപ്പെട്ടു പോയി അല്ലേ? ഇപ്പോൾ പുതിയൊരു സൂക്കേട് തുടങ്ങിയിരിക്കുന്നത് ലക്ഷ്മി, ഇതിനു മുമ്പ് ഞാനും ലക്ഷ്മിയും കൂടെ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂകൾ അടർത്തിയെടുത്തിട്ട് നീ അങ്ങ് ഇവിടെ കിടന്ന് നരകിക്കുകയാണെന്നാണ്, കുടുംബമില്ലാത്ത, ഭർത്താക്കന്മാരെ റെസ്പെക്ട് ചെയ്യാത്ത, അച്ഛനെ അമ്മയെ റെസ്പെക്ട് ചെയ്യാത്ത, സ്വന്തം ജീവിതം മാത്രം നോക്കി ജീവിക്കുന്ന സോഷ്യൽ മീഡിയയിലെ കുറെ തെണ്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ മക്കളെ, എന്റെ മക്കളും പറയും, എന്റെ ഭാര്യയും പറയും, ഞാൻ എന്തിനാണ് ഇവരെ ലൈവ് പിടിച്ചിരിക്കുന്നത് പോലും ആക്ച്വലി ഇവർക്ക് മനസ്സിലായി. നമുക്കും മനസ്സിലായിട്ടില്ല എന്തിനാ. എന്റെ മക്കൾ പറ, അച്ഛൻ എങ്ങനെയാന്ന് പറ. അച്ഛൻ ലക്ഷ്മി വഴക്ക് പറയാറുണ്ടോ? ഇല്ല, നീ ആണോ പറയണ്ടത്? ഞാൻ പൊന്നിനോട് ചോദിച്ചത്. എന്റെ മക്കൾ പറ, അച്ഛൻ വഴക്ക് പറയാം. നീ എങ്ങനെയാ ഈ വീട്ടില് പറ, നീ സത്യം പറഞ്ഞ അറിയത്ത്. ആരോടാ പറയുന്നത്? നീ അവരോട് പറഞ്ഞാൽ മതി. പറയുന്ന ഏതെങ്കിലും ഒക്കെ ആൾക്കാർ എടുത്ത് കണ്ടോളൂ. പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാൽ ഇതിന്റെ ഏതെങ്കിലും ഒക്കെ മൂലയായിട്ട് ഇനി അതുകൊണ്ട് ജി നല്ലവനാണ്, ജി അടിപൊളിയാണ്, ജി സൂപ്പറാണ്. ഇവര് ഫാമിലി ലൈഫിൽ ഇവർ ഭയങ്കര അടിപൊളിയായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഒക്കെ തന്നെയാണ്. പക്ഷെ ഇവർ പബ്ലിക്കിൽ വന്നിട്ട് ഈ രീതിയിൽ വന്ന് ഇമാതിരി വർത്തമാനങ്ങൾ പറയുമ്പോൾ മറ്റേ പുള്ളിക്കാർ തന്നെ ഇവര് വീട്ടിലെ അവസ്ഥ ഇങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ നമ്മുടെ ജീതനൊക്കെ ആണെങ്കിൽ പുറത്തോട്ടേക്ക് ഒരു വീടുണ്ട്, ഇവരുടെ വീടിനകത്ത് CCTV വിഷ്വൽസ് ഒക്കെ ഇവർ തമ്മിൽ അടി കൂടുന്നത്, പുള്ളിക്കാർ വന്നിട്ട് പുതിയ നല്ല പ്ലച്ചർ വീഡിയോ കൊടുക്കുന്നുണ്ട് നമ്മുടെ മാരാർജിക്ക്. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങനെ ഹാപ്പിയാണ്, അടിപൊളിയാണെന്ന്. പിന്നെ അതായത് പബ്ലിക്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വന്ന് പറയും, അതിന് നേരെ പിടിച്ച് ഏറി കയറും, എന്നിട്ട് തിരിച്ച് വന്നിട്ട് ഇവിടുന്ന് സ്വന്തം വീട്ടിലെ CCTV ക്യാമറയിലെ വിഷ്വൽസ് എടുത്ത് പുറകെ ഇടും, എന്നിട്ട് ഇതുപോലെ വന്നിട്ട് ലൈവിൽ വിളിച്ചിരുത്തിയിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയും.
എൻ്റെ ജി നിങ്ങൾ ഒരു സൈക്കിളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജി ഇതിനി അറിഞ്ഞോണ്ട് വല്ലതും ചെയ്യണതാണ് ഇങ്ങനെ ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട്. എനിക്കൊരു സംശയം ഇല്ലാതില്ല. എന്താണെങ്കിലും ബാക്കി കേൾക്കാം. വിഷമം ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ അറിയിക്കുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സഹായം ഒക്കെ ചെയ്തു കൊടുക്കണം. അതല്ലാത്തടത്തോളം എന്റെ കുടുംബത്തിൽ എന്റെ ഭാര്യയോ എന്റെ മക്കളെയോ വെച്ച് നീയൊക്കെ കണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവരുടെ പേരിൽ നിനക്കൊക്കെ എതിരെ കേസ് കൊടുക്കും. 100%. കാര്യം ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയെ നിങ്ങൾ ആക്ഷേപിക്കത്തക്ക ലക്ഷ്യത്തോട് കൂടിയിട്ട്, എനിക്കെതിരെ രാഷ്ട്രീയം കളിക്കത്തക്ക ലക്ഷ്യത്തോട് കൂടിയിട്ട് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരുത്തി എന്റെ ഭാര്യയോ എന്റെ മക്കളുടെയോ പേരിൽ അവർക്ക് ഒരു തരിമ്പ് വിഷമം ഉണ്ടാക്കുന്ന ഒരു പണി ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്റെ ഭാര്യയോ എന്റെ മക്കളോ അവർക്ക് ഒരു വിഷമം തോന്നുന്നെന്ന് ഞാൻ കണ്ടാൽ 100% അവരെ വെച്ച് പരാതി കൊടുക്കും. ഈ കുട്ടികളുടെ പേരിൽ പരാതി കൊടുക്കും. ഒരു സംശയം വേണ്ട. എന്നെ നിങ്ങൾക്ക് ആക്ഷേപിക്കും. അത് ന്യായം. നമുക്ക് ജീനെ നമുക്ക് എന്തും പറയാം. കാര്യം ജി ആണല്ലോ ഇമാതിരി പരിപാടികളൊക്കെ വന്ന് കാണിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ കുട്ടികളെ ഒരു രീതിയിൽ ഒരാളും പറയാൻ പാടില്ല, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഏതവൻ ചെയ്തെന്ന് പറഞ്ഞാൽ അവൾ ചെയ്തെന്ന് പറഞ്ഞാൽ അവനെ കോടതി കയറ്റണം ജി. അത്രയേ ഉള്ളൂ. ആ കാര്യത്തിൽ നമ്മൾ ഫുൾ സപ്പോർട്ട് കൂടെ ഉണ്ടായിരിക്കും. ഇതൊക്കെ സഹിച്ചും ഇതൊക്കെ കഴിയുന്ന നിങ്ങൾ പറയുന്നത് പോലെ കഴിയണമെന്ന് എനിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്നേ ഞാൻ പോയത്. ഇത് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാമിലിയും ഫിനാൻഷ്യലി ആയാലും മെന്റലി ആയാലും വളരെ സ്ട്രോങ് ഒരു ഫാമിലിയാണ് എനിക്കുള്ളത്. എനിക്ക് സഹിച്ച് ഇപ്പൊ നിങ്ങൾ ഈ ഓരോരുത്തർ ഈ വീഡിയോസിലൊക്കെ പറയുന്ന പോലെ സഹിച്ച് അല്ലെങ്കിൽ അയ്യോ പാവത്തെ പോലൊന്നും ഞാൻ അങ്ങനെ കഴിയത്തുമില്ല. എനിക്ക് അങ്ങനെ കഴിയേണ്ട ഒരു സിറ്റുവേഷൻസ് എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. കുറെ നാളുകൊണ്ട് തുടങ്ങിയതാണ്. മറ്റേ ചിലപ്പോൾ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കാണുന്നതാവാം. നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മയെ ട്രീറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതോ ഒക്കെ നിങ്ങൾ കണ്ട് ആ ഒരു വിഷമത്തോടെ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ എന്നെ ഇങ്ങനെ. എൻ്റെ പൊന്നി ചേച്ചി, നിങ്ങൾ എന്തി പറയണേ? നിങ്ങൾ പബ്ലിക്കിൽ വന്നിട്ട് നിങ്ങളൊരു കാര്യം പറയുമ്പോഴേക്കും ആൾക്കാർ നിങ്ങളുടെ വീടിനകത്ത് എന്തുണ്ടെന്നുള്ളത് അറിയണില്ലല്ലോ. നിങ്ങൾ ഈ പറഞ്ഞ ചേച്ചി നല്ല മാരാർജീനെ പിടിച്ചും കൂമ്പരിട്ട് ഇടിക്കുക എന്നുള്ള ആൾക്കാർ അറിയണില്ലല്ലോ. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു വന്ന സാധനം പറയാം. നമ്മുടെ ജി എന്തൊക്കെയാ പറയണം? നമ്മുടെ പഴയ ജയറാം സിനിമകളിൽ ഭയങ്കര പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അന്നത്തെ സിനിമകളിൽ തമാശകളായിട്ട് വന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് തമാശയല്ല. അന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് അന്നത്തെ ഇവന്മാർ ഈ സിനിമ എങ്ങനെ ഇവന്മാർക്ക് ആ സിനിമയ്ക്കകത്ത് ഇങ്ങനത്തെ സീക്വൻസ് ഒക്കെ എഴുതാൻ തോന്നി, എങ്ങനെയാണ് അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ് വന്നത്, എങ്ങനെ ആൾക്കാർക്ക് അത് ആസ്വദിക്കാൻ പറ്റും എന്നുള്ള ചിന്തകൾ ഇന്ന് നമുക്കത് തോന്നും. അന്നത് ഉണ്ടായിരുന്നില്ല. അന്ന് ആൾക്കാർ അങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്തേക്കുന്ന ആൾക്കാരായിരുന്നു. അന്നത്തെ സാഹചര്യം ചിലപ്പോൾ അങ്ങനെ ആയിരുന്നിരിക്കാം. പക്ഷേ അന്നത്തെ അതേ മൈൻഡ് സെറ്റിൽ നിന്നിട്ട് അതേപോലത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ട് നമ്മുടെ ജി വന്ന് ഇവിടെ ഇപ്പം ഈ ഒരു സമയങ്ങളിൽ പറയുമ്പോഴത്തേക്കിന് അത് ആൾക്കാർക്ക് അത് അങ്ങനെ ആയതുകൊണ്ടല്ല. മാരാർജി പറയുന്നതിൽ ഇപ്പം ജിക്ക് പോലും ഈ പറയുന്ന പുള്ളി പറഞ്ഞ് എന്താ തെറ്റെന്നുള്ളത് പോലും മനസ്സിലായിട്ടില്ല. നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഇതേ നിങ്ങൾ തന്നെ മറ്റൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞേക്കുന്ന ഒരു സംഭവം ഉണ്ട്. ഇങ്ങോട്ട് വെക്കാം. തൂത്തൂട്ടിയതെല്ലാം ഒരിടത്ത് ഇരിക്കുവാണെങ്കിൽ അത് ഇങ്ങോട്ട് വന്ന് കരിയിലല്ലോ അമ്മ കഴുകിയിട്ടേക്കുന്ന തുണി ഇത് വൃത്തിയായില്ലെന്ന് പറഞ്ഞ് ഒന്നുകൂടെ കൊണ്ട് വെള്ളത്തിൽ കഴുകിയിട്ടേക്കുന്ന തുണി വീണ്ടും വൃത്തിയായില്ലെന്ന് പറഞ്ഞാൽ വീണ്ടും വെള്ളത്തിൽ കൊണ്ടിടും. അവ നിങ്ങൾ ഇത് തമാശകളായിട്ടോ അല്ലെങ്കിൽ പുള്ളി അങ്ങനെ ആ രീതിയിൽ ചെയ്യുന്ന ഒക്കെ ആയിരിക്കാം. പക്ഷേ ഇവിടെ ഒരു അഭിപ്രായം പറയാനൊക്കെ ഒരു പൊതുവേദിയിൽ വരുമ്പോഴത്തേക്കിന് നീ ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴത്തേക്കിന് നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ കണ്ടിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ ആ രീതിയിൽ എടുത്തൊന്നും വരത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഇത്രയും പബ്ലിക്കായിട്ട് വന്നിട്ടൊരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് പബ്ലിക്കായിട്ട് ആൾക്കാരൊന്നും പറയരുതേ, ഒന്നും മിണ്ടരുതേ എന്ന് പറയുന്ന അങ്ങനെ നിങ്ങൾ ഇരിക്കുമ്പോഴത്തേക്കിന് കാണുന്ന ആൾക്കാർ ഇത് എന്താ ഇതെന്നുള്ളത് ആൾക്കാർക്ക് തോന്നും. അതുപോലെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓടി വരുന്ന അച്ഛാ ഓടിക്കോ രക്ഷപ്പെട്ടോ എന്തെങ്കിലും കാര്യം അച്ഛൻ ചെയ്ത് കൊടുക്കാറുണ്ടോ? എന്തെങ്കിലും കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ 10 അടിച്ച് കൊണ്ടുവരും. ഇച്ചിരി എന്നാൽ എവിടെന്നെങ്കിലും വീട്ടുകളിൽ കരിവേപ്പില ഉണ്ടെങ്കിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോ ഒരു എനിക്ക് കരിവേപ്പ് മൊത്തം ഓടിച്ചോണ്ട് കറിവേപ്പിലാണ് കാര്യം പറയാനല്ലേ എന്ത് പറഞ്ഞാലും തങ്കുവരുന്ന കമന്റ് വായിക്കാം. അത് കുഴപ്പമില്ല മക്കളെ. നമ്മളെ പറമ്പിൽ വന്ന് പട്ടികളെ തൂറി വെക്കാറില്ലേ? അതേ കണക്ക് കുറെ ആൾക്കാർ നമ്മൾ അതിന് കോരി കളഞ്ഞിട്ട് അവന്മാരോട് ചന്തി ഇട്ട് പോകാൻ പറഞ്ഞാൽ മതി. അതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യണ്ട. എന്ത് ലാംഗ്വേജ് ആണ് ചെയ്ത് കുട്ടികൾ ഇരിക്കുമ്പോ തന്നെ വേണം കേട്ടോ ഇങ്ങനെയൊക്കെ പറയാൻ. മക്കളെ നിങ്ങൾ മെനഞ്ഞാന്ന് ഏത് സിനിമ കാണാൻ പോയത്? വാഴ 2 കണ്ടോ? എത്ര മണി ആരൊക്കെ കാണാൻ പോയത്? വാഴ 2 ആരൊക്കെയാന്ന് പറ. ഞാനോ എപ്പിയും തങ്കു മുത്തു. അച്ഛൻ വന്നോ? മക്കള് എത്ര മണിക്കാ പോയിട്ട് തിരിച്ചു വന്നേ? 11 രാവിലെ രാത്രിയിലോ? രാത്രി. മെനഞ്ഞാന്നിന്റെ തലേന്നാന്ന് തോന്നുന്നു. വാഴ 2 ഇവർ ഒരുമിച്ചാണ് കാണാൻ പോയത്. അങ്ങനെ ഭാര്യയും മക്കളെയും വീട്ടിനകത്ത് തളച്ചിടുന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ പാതിരാത്രിയിൽ എന്റെ ഭാര്യയ്ക്ക് 11 മണിക്ക് പോയിട്ട് അതെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് നമ്മുടെ മാരാർജിയുടെ സ്വപ്നം. എല്ലാം ചർച്ച ചെയ്തോളൂ. എന്റെയും ഈ കുടുംബത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടന്റാക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ അച്ഛനും അമ്മയും പാതിരാത്രിക്ക് കിടക്കുന്ന സമയത്ത് ഒളിക്യാമറ വെച്ചിട്ട് അത് കണ്ടന്റാക്കി ആഘോഷിക്കും. ചിലപ്പം അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മനോഹരമായ പല വിധത്തിലുള്ള കണ്ടന്റുകൾ കിട്ടും. അതെടുത്ത് വെച്ച് നിങ്ങളുടെ കണ്ടന്റ് ഉണ്ടാക്കി അല്ല സ്വന്തം വീട്ടിലെ CCTV ക്യാമറയ്ക്കകത്തു നിന്നുള്ള വിശ്വാസം എടുത്ത് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തേക്കുന്നത് ഈ പറഞ്ഞേക്കുന്ന കണ്ടോണ്ടിരുന്നേക്കുന്ന ആൾക്കാരാണോ നിങ്ങളാണോ? ജി പബ്ലിക് വന്നൊരു കാര്യം പറയാം, നേരെ ഏറി കയറി എന്നിട്ട് വീട്ടിൽ നിന്ന് വന്നിട്ട് CCTV ക്യാമറയ്ക്കകത്തുള്ള സാധനം എടുത്ത് നിങ്ങൾ അങ്ങ് ഏറി കയറ്റും. ജി നിങ്ങളുടെ കാര്യം പറയൂ ജി. നിങ്ങളല്ലേ അങ്ങനെയൊക്കെ ചെയ്യണത് അല്ലേ ജി? കുറെ എണ്ണത്തിന് ഒരു പണിയില്ലല്ലോ. ഏതെങ്കിലും ഒരുവൻ എങ്ങനെങ്കിലും കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് രക്ഷപ്പെടണം. രക്ഷപ്പെട്ടവനെ പറ്റി പറഞ്ഞ് ജീവിച്ച് തിന്നുന്ന ഇത്തുൽക്കണ്ണികളായി മാറരുത് നിങ്ങൾ.
ഞാൻ മറ്റൊരാളെ പറഞ്ഞു ആക്ഷേപിച്ചും ജീവിതത്തിൽ രക്ഷപ്പെട്ടവനല്ല. പരാജയപ്പെട്ടാലും വിജയിച്ചാലും ഞാൻ സ്വന്തമായി ഒരു തിരക്കഥ എഴുതി സംവിധാനം ചെയ്തതിനു ശേഷം മലയാള സിനിമയിൽ ഒരു സംവിധായകനായതിനു ശേഷം നിരവധി ചാനൽ ചർച്ചകളിൽ ഭാഗമായി അതിന്റെ ആ ഒരു ഇമ്പാക്റ്റിൽ അങ്ങനെ ഒരു പ്രൊഫൈൽ സൃഷ്ടിച്ചതിന് ശേഷം ബിഗ് ബോസിൽ പോയി അവിടെ 100 ദിവസം നിന്ന് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് കൊള്ളാമെന്ന് മനസ്സിലാക്കി വോട്ട് ചെയ്ത് ജയിപ്പിച്ചിറങ്ങിയതിനു ശേഷം ഞാൻ എന്റെ സ്വന്തം കഴിവിലും എന്റെ അധ്വാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അല്ലാതെ നാട്ടുകാരുടെ കണ്ടന്റ് ഡെയിലി എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്തതിന്റെ പേരിൽ കോമാളിത്തരങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഉണ്ടാക്കി പോകുന്ന ഒരാളല്ല. അതെ അതെ അതെ, അത് ജി പറഞ്ഞ വളരെ കറക്റ്റ് ആയിട്ടൊരു കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്തേക്ക് ഇന്ത്യ ബലൂചിസ്ഥാനെ ഫണ്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഒളിവിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ ജി അന്നത് റിയാക്ട് ചെയ്തപ്പോഴത്തേക്കിന്. അതുപോലെ ഇതിനുശേഷം എന്താണ്ട് ഇപ്പോൾ പ്രഗ്നൻസി കാര്യം പറഞ്ഞ് എൻജോയ്മെന്റ് എന്ന് പറഞ്ഞ് ഇത്രയേറെ കയറിയിട്ട് ജി എന്തോരം കിടന്ന് മെഴുകണുണ്ട് ഇതൊന്ന് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പബ്ലിക്കായിട്ടൊരു സാധനം വരുമ്പോഴത്തേക്കിന് പബ്ലിക്കായിട്ട് എടുത്ത് ചെറിയ റിയാക്ട് ചെയ്യും. പിന്നെ നിങ്ങൾ പറഞ്ഞ ജീവിതത്തിൽ വിജയിച്ചു എന്നുള്ളൊരു സംഭവം പറയുമ്പോഴത്തേക്കിന് നിങ്ങളുടെ കൂട്ടി ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്നുള്ളത് വരത്തില്ല ജി. കാര്യം എന്ന് വെച്ചാൽ ബിഗ് ബോസിൽ പോകുന്നതിനും ഭേദം ലുലുമാളി പോയി തുണി ഒക്കെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അതേ ബിഗ് ബോസ് ഒരു ഉളുപ്പില്ലാതെ കയറി പോയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജി. അതേപോലെ തന്നെ ഇവിടെ RSS BJP എന്ന് പറയുന്നത് സംഘപരിവാർ എന്ന് പറയുന്നത് നാടിന് ശാപമാണ്, അവർ വർഗീയതയാണ് മുന്നോട്ട് വെക്കുന്ന ആശയം. ഒരിക്കലും ഞാൻ പോവില്ല അങ്ങോട്ടേക്ക്, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഒറ്റയ്ക്ക് നിന്ന് പറയുന്നു പറഞ്ഞിട്ട് വീണ്ടും അപ്പുറത്ത് മറുകണ്ഠം ചാടിയിട്ട് ചാണകത്തിൽ പോയി ചവിട്ടിയേക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ജി. ചുരുക്കി പറഞ്ഞാൽ അപ്പ കാണുന്നതിനെ അപ്പാന്ന് വിളിക്കുന്ന പോലത്തെ ഒരു പരിപാടി കാണിച്ചിട്ട് മേലോട്ട് കയറിയപ്പോൾ അതല്ലേ ജി ഉദ്ദേശിക്കണത്. ചിലപ്പോൾ ആർക്കും അങ്ങനെ പറ്റിയെന്നുള്ളത് വരില്ല ജി. അപ്പ കാണുന്നതിനെ അപ്പാന്ന് വിളിക്കാനൊന്നും പറ്റിയെന്ന് വരത്തില്ല ജി. അങ്ങനെ ആ ഒരു കാര്യത്തിൽ അങ്ങനെ അങ്ങ് പറയല്ലേ ജി. എന്തായാലും ആരോടത്തിനും പരാതി പറഞ്ഞു മക്കളുടെ സ്കൂളിൽ അച്ഛനെ പറ്റി എന്താ പറയുന്നത്? അച്ഛനെ പറ്റിയിട്ട് ആ സ്കൂളിലെ ടീച്ചർമാരൊക്കെ പറഞ്ഞു. പിന്നെ ഈ പ്രൊഫൈലിൽ വന്നിട്ട് നിങ്ങളെ ഞാൻ ആരെയും ക്ഷണിച്ചു വരുത്തിയിട്ടില്ല. നിങ്ങൾക്ക് തെറി വിളിക്കണോ, നിങ്ങൾ നേരെ പോയിട്ട് നിങ്ങളുടെ ഉമ്മ വീട്ടിൽ കാണും അല്ലെങ്കിൽ അമ്മ വീട്ടിൽ കാണും. ഒരു കാര്യം അവരെ പോയി തെറി വിളിച്ചോ. ഈ പ്രൊഫൈലിൽ വന്നിട്ട് ഒരല്പം സാമാന്യ മര്യാദയുള്ളവനാണെന്നുണ്ടെങ്കിൽ 2 കുട്ടികൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്നും ആ കുട്ടികൾ ഇത് വായിക്കുമെന്നും പോലും തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത ഈ ബോധം ആദ്യം ആർക്കാ വേണ്ടത് ജി? നിങ്ങൾക്കല്ലേ ജി? ആ കുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് ഇതുപോലെ നിങ്ങൾ ഓരോ അപരാധങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് ഏറി കയറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിൽ നിന്ന് ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി കുട്ടികളെയും ഭാര്യനെയും വിളിച്ചിരുത്തിയിട്ട് ഈ കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഒരുമാതിരി ചീപ്പ് പരിപാടിയാണ്. കാര്യം എന്ന് വെച്ചാൽ മുമ്പ് നമുക്ക് ഇത്തരത്തിലൊരു ഒരു 2 വർഷം മുന്നേ ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്തേക്ക് നമ്മുടെ പരിചയത്തുള്ള ഒരു വ്യക്തിയുണ്ട്. അപ്പം ഈ ഒരു വ്യക്തിയുടെ സീനൊക്കെ ആകുമ്പോഴത്തേക്കിന് നമ്മൾ അല്ലാതെ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരാവശ്യമില്ലാതെ പോയി എവിടെ ഇത് വഴിയെ പോകുന്ന വള്ളി ഇങ്ങനെ ഏണി വെച്ച് പിടിച്ച് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് ഇങ്ങേറെ. അപ്പം അങ്ങനെ പിടിച്ചിട്ട് ലാസ്റ്റ് പണിയാകുമ്പോഴത്തേക്കിന് പോലീസ് കേസ് അങ്ങനത്തിലൊക്കെ ആകുമ്പോഴത്തേക്ക് നേരെ ഇയാൾ ചെയ്യുന്നത്, പുള്ളിക്ക് ഒരു വൈഫുണ്ട്, ഒരു കുഞ്ഞുണ്ട്, ഇവർ 3 പേര് മാത്രമാണ് അവിടെ താമസിക്കുന്നത്. നേരെ കുഞ്ഞിനെ വൈഫിനെ വിളിച്ചുകൊണ്ട് വരും. സാറേ കണ്ടില്ലേ, എനിക്കൊരു വൈഫും കുഞ്ഞും മാത്രമേ ഉള്ളൂ, എൻ്റെ പേരിൽ കേസൊക്കെ എടുത്ത് എഴുതിയാൽ തീർന്ന്. അടുത്ത പ്രാവശ്യം ഇതുപോലെ വള്ളി ഉണ്ടാക്കുമ്പോൾ ഈ സെയിം സാധനം നമ്മളായിട്ട് ഇതുപോലെ ഒരാവശ്യമില്ലാതെ വള്ളി ഉണ്ടാക്കിയിട്ട് നേരെ ഇയാൾ സ്റ്റേഷനിൽ വന്നിട്ട് കാണിച്ചിരിക്കുന്ന ഇതുപോലത്തെ ഒരു പരിപാടി. അയ്യോ സാറേ എനിക്ക് ഭാര്യയും മക്കളും മാത്രമേ ഉള്ളൂ, ഇതുകൊണ്ട് ഇങ്ങനത്തെ രീതി അതുപോലത്തെ ഒരു പരിപാടി നമ്മുടെ ജി ഇവിടെ കാണിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജി നിങ്ങളൊരു കാര്യം പറഞ്ഞെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഇന്ന് അങ്ങോട്ട് ചെയ്യണം. അല്ലാതെ ഇതിനകത്ത് കുട്ടികളെ വിളിച്ച് വരുത്തിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തോടുള്ള ഹേറ്റ് ആൾക്കാർ അന്നീ പറയുമ്പോഴത്തേക്കിനും എല്ലാവരും ചിലപ്പം നിങ്ങളുടെ മക്കൾ എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ഇപ്പം ആ രീതിയിൽ പറയുന്ന കുറേ അവന്മാരുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അത് ഈ കുട്ടികളെ കേൾപ്പിക്കാനെ കൊണ്ട് നിങ്ങൾ എന്തിനാ ആ കുട്ടികളെ ഇങ്ങോട്ടേക്ക് വിളിച്ചിരുത്തുന്നത്? അതൊക്കെ മോശമല്ലേ? നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ചിന്തിച്ചുകൂടെ? ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ ജി? കാര്യം ജി തന്നെ ആലോചിക്കണ്ടേ, ജി കുറേ ഇത് പറഞ്ഞതിന്റെ പേരിലാണ് കുറേ ഇമ്മാതിരി സാധനങ്ങൾ ജിയുടെ മണ്ടയ്ക്ക് വരുന്നത് എന്നുള്ളത്. ഇനി ബാക്കി പറ ജി. അത്രയേറെ ഈ ഭൂമിയിലെ നികൃഷ്ട ജന്മങ്ങൾ കൊടുക്കാൻ നമ്മൾ എന്ത് മറുപടിയാ പറയുക? എടി പറയടി, കുറെ നിന്റെ വിഷമം കണ്ടിട്ട് കുറെ ഇറങ്ങിയിട്ടുണ്ടോ? നീ ഒന്ന് പറയാതെ, നീ എന്താ ഒരക്ഷരം മിണ്ടാതിരിക്കുന്നത്? അല്ലെങ്കിൽ എന്റെ നെഞ്ചത്ത് കയറിയാണല്ലോ. നീ പറ, നിനക്ക് പറയാൻ പറ്റില്ല. ഞാൻ ലൈവ് വന്നത് നീ സംസാരിക്കും, നീയാണ് സംസാരിക്കേണ്ടത്. ഞാൻ ലൈവ് വന്നതിന്റെ കാരണം നീ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമുക്കൊക്കെ ക്ഷമിക്കുന്നതിനൊക്കെ കുറെ പരിധിയില്ലേ? കുറെ എവിടെ കിടക്കുന്ന കുറെ ആളുകൾ മാറ്റവളുമാർ ആരാണ് നമ്മുടെ കുടുംബത്തെ പറ്റി സംസാരിക്കാൻ? നീ അങ്ങോട്ട് പറ. ഈ ലോകത്തുള്ള കുടുംബങ്ങളെല്ലാം നശിച്ചില്ലാതായി കാണാൻ ആഗ്രഹിക്കുന്ന ഈ ഏപ്രാജി പട്ടികളെ ലോകം തിരിച്ചറിയണ്ടേ? നീ പറ. അവളുമാര് നിന്റെ വിഷമം ഉണ്ടാക്കാൻ നടക്കുന്നത് നിനക്ക് എവിടെയാണ്? നിനക്ക് എന്നെ കൊണ്ട് നിനക്കുണ്ടായിട്ടുള്ള വിഷമം എന്താണ്? നാളെ ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്റെയൊക്കെ അടുത്ത് വരും, നീയൊക്കെ എന്റെ കുടുംബത്തിൽ എന്ത് സഹിക്കുന്നതിനൊക്കെ കുറെ മര്യാദ വേണ്ടേ? നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു മര്യാദ വേണ്ടേ? നമ്മൾ ഒരാൾ ഒരു വിഷയം പറഞ്ഞാൽ അത് തിരുത്തുന്ന ഒരു വിഷയമായിരിക്കണം സംസാരിക്കേണ്ടത്. വീടിനുള്ളിൽ സന്തോഷത്തോടുകൂടി കഴിയുന്ന ഒരു കുടുംബത്തെ പറ്റിയിട്ട് നിങ്ങൾ വന്നിരുന്ന കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ സന്തോഷത്തോട് കഴിയുന്ന ഒരു ഭാര്യ, അവളുടെ ഉള്ളിലേക്ക് നിങ്ങൾ എന്ത് ചേഞ്ചാണ് ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇത് ഞാനിപ്പോ അതായത് കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടപ്പോഴത്തേക്കിന് ജിക്ക് തന്നെ ഡൗട്ട് തോന്നി തുടങ്ങി, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഇത് ശരിയല്ലല്ലോ, ഇത് എന്ത് ഇനി വൈഫിന് വല്ലോ ഇനി എങ്ങനെ വല്ലോ തോന്നുമോ? എങ്കിൽ ജി അമ്മാതിരി വർത്താനം വന്ന് പറയാണ്ടിരിക്കരുത്, വന്ന് പറയരുത്. ഓക്കെ, കാണുന്ന ആൾക്കാർ എന്തോരം പെൺകുട്ടികളെ സ്ത്രീകൾ വന്നിട്ട് ഇതുപോലെ വീഡിയോ ചെയ്തെന്നറിയോ ജി ഇമ്മാതിരി കുറെ ഇത് പറഞ്ഞതിന്റെ പേരിൽ. ഇപ്പം ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇവരെല്ലാം എന്ന് പറയുന്നുണ്ട് ജി പറഞ്ഞതുപോലെ ശരിയാണ്.
ഇതുപോലെ നമ്മൾ കുറേ ആൾക്കാരുടെ ഡെലിവറി ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാ ആൾക്കാരും മറ്റേ വണ്ടർലായിൽ ടൂർ പോകുന്ന പോലെ പാട്ടും കേട്ടല്ല അവിടെ ഇതൊക്കെ കഴിഞ്ഞെന്നുള്ള ഇവർ ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. അങ്ങനെ കുറേ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വീഡിയോസ് ഈ ഒരു വിഷയത്തിൽ ചെയ്തിട്ടുള്ളത്. അമ്മാതിരി സാധനം പറഞ്ഞിട്ട് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ പബ്ലിക്കിൽ വന്ന ഒരു കാര്യം പറയുമ്പോഴത്തേക്കിന് കാലം നിങ്ങൾ മറ്റേ ഈ പണ്ടത്തെ ജയറാം സിനിമകളിലെ പോലത്തെ അന്നത്തെ കാലഘട്ടമല്ല ഇന്ന്. ഇതിപ്പോൾ 2026 ആൾക്കാരുടെ മൈൻഡ് സെറ്റും ചിന്താഗതികളൊക്കെ ഒരുപാട് മാറിപ്പോയി. ഓക്കെ, നിങ്ങൾ ചാണകത്തിൽ ചവിട്ടിയിട്ട് വീണ്ടും ശിലായുഗത്തിലോട്ട് പോയെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ കൂട്ടങ്ങളുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞാൽ മതി. പബ്ലിക്കായിട്ട് അല്ലാതെ വന്ന് പറയുമ്പോഴത്തേക്കിന് എല്ലാവരും ചാണകം ചവിട്ടിയിട്ടില്ല ഭായി, നിങ്ങളുടെ കൂട്ട് ബുദ്ധി മണ്ഡലം ജീർണിച്ച് തുടങ്ങിയിട്ടില്ല ബാക്കിയുള്ള ആൾക്കാരുടെ എല്ലാം കാണുമ്പോഴത്തേക്കിനും അതൊന്നും ഈ പറയുന്നത് ശരിയല്ല, അത് ശരിയല്ല എന്നുള്ള ആളുകൾക്ക് തോന്നും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് തെറി വിളിക്കുന്നവരടുത്ത് ഞാൻ വീണ്ടും പറയുന്നു, നിന്റെയൊക്കെ വീട്ടിൽ ഉമ്മ ഇരിപ്പുണ്ട്, ഉപ്പ ഇരിപ്പുണ്ട്, നീയൊക്കെ മക്കളെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മക്കൾ ഇരിപ്പുണ്ട്, അവിടെ പോയി തെറി വിളിക്കുക. എന്റെ കുട്ടികൾ ഇരുന്ന് വായിക്കുന്നുണ്ടെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാണ്. തീവ്രവാദികളായിട്ടുള്ള നീയൊക്കെ മറ്റുള്ളവരുടെ ആക്ഷേപിക്കാൻ നടക്കുമ്പോൾ നിന്റെയൊക്കെ തീവ്രവാദ മനസ്സ് നിന്റെയൊക്കെ കുടുംബത്തിൽ കാണിക്കുക, അത് വേറൊരാളുടെ കുടുംബത്തിലേക്ക് അല്ല കൊണ്ടുവരേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നേരത്തെ ഒരു തവണ പറഞ്ഞതാണ്, ആവശ്യമില്ലാത്ത നിങ്ങൾക്ക് പറയാനുള്ള മാറ്റർ വേണമെങ്കിൽ കമന്റായിട്ട് നിങ്ങൾ ഇട്ടാൽ കുഴപ്പമില്ല. പക്ഷേ തെറി പദങ്ങൾ ഒരു പരിധി കൂടുതൽ വളരെ മോശമായിട്ട് ഉപയോഗിക്കുമ്പോൾ കുട്ടികൾ ഇരിപ്പുണ്ടെന്നുള്ള ചിന്തിക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും വേണം. ആ കുട്ടികൾ ഇരിക്കുന്നുണ്ടെന്നുള്ളത് അവന്മാരാലോചിച്ചില്ലെങ്കിൽ നിങ്ങളൊരു ആ കുട്ടികളുടെ അച്ഛനല്ലേ, നിങ്ങൾക്കൊന്ന് ആലോചിച്ചുകൂടെ കുട്ടികൾ ഇത് വായിക്കുന്നു എന്ന്? എങ്കിൽ ആ കുട്ടികളെ ഇവിടുന്ന് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മാറിയത് നിങ്ങൾക്ക് ലൈവ് ഇട്ടൂടെ? എൻ്റെ ഇതായിരുന്നു പറഞ്ഞത്, നിങ്ങൾക്കൊരു ബോധമില്ല, നിങ്ങളല്ലേ ഇത് ചിന്തിക്കേണ്ടത്, കാണുന്ന നാട്ടുകാരാണ് ചിന്തിക്കേണ്ടത്. ആദ്യം നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം, എന്നിട്ട് വേണ്ടേ ബാക്കിയുള്ള രാജ്യത്തിലേക്ക്. സ്വയം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഈ വിക്ടിം കാർഡ് ഇറക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. സീരിയസ്ലി ഇതുപോലെ കുറേ എണ്ണങ്ങളുണ്ട്. ഈ പറയുന്ന ഉള്ള വള്ളിയും തോട്ടം എല്ലാം കയറി പിടിക്കുകയും ചെയ്തിട്ട് ലാസ്റ്റ് ഇതിലെ പെട്ട് കഴിയുമ്പോഴത്തേക്കും അയ്യോ സാറേ കുടുംബം ഇങ്ങനെയാണ് അങ്ങനെയാണ്, എന്നിട്ട് ഇതുപോലെ വീട്ടിലെ കുട്ടികളെയും വൈഫിനെയൊക്കെ വെച്ചുകൊണ്ട് ഈ ഒരു സെന്റിമെന്റൽ ആ ഒരു മൂവ് ഇറക്കും. അപ്പോൾ ആൾക്കാർക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ വൈഫും വെച്ച് നിൽക്കുന്നതുകൊണ്ട് മാത്രം നമ്മൾ അങ്ങനെ ബാക്കിയുള്ളവർ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനൊന്നും മിണ്ടാതെ പറയാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഇവിടെ മാരാർജി വന്നിട്ട് നേരെ വന്നിട്ട് കുട്ടികളെ ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്തോ ബോധമുണ്ട്, നിങ്ങൾക്ക് എന്താണെങ്കിലും സൂപ്പറായിട്ടുണ്ട് എൻ്റെ എന്നാണെങ്കിലും ഇത്രയൊക്കെ നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ വരെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി.